ഇതും ഒരു ജീവനായിരുന്നു, ഒരു ജീവിതമായിരുന്നു. തെരുവിൽ അലഞ്ഞ് ആരോടും തൻ്റെ വേദനകളെ പറയാൻ കഴിയാതെ സ്വയം ഉരുകിയൊരു നിമിഷം. അങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരാൾ കടന്നു വന്നത് കേട്ടോ. ഈ മേഖലയ്ക്ക് ഞാൻ കടന്നു വന്ന നാൾ മുതലേ വർഷങ്ങൾക്ക് മുന്നേ മനസ്സിലൊരു ചിത്രം ഉണ്ടായിരുന്നു. ഇങ്ങനൊരു മിണ്ടാപ്രാണി എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതും ഞാൻ അതിനെ രക്ഷിക്കുന്നതും പരിചരിക്കുന്നതും ഒക്കെ. വർഷങ്ങൾക്ക് ശേഷം അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. കുട്ടാപ്പി, ഓർമ്മ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. കുട്ടാപ്പി ഹോസ്പിറ്റലിൽ കാണിച്ചതിന് ശേഷം അവൾക്കുള്ള അകത്തോട്ടുള്ള മരുന്നുകൾ കൊടുത്തു. പുറമെ രക്തക്കിനി ചൊറിഞ്ഞിട്ടുണ്ടാവുന്ന പൊട്ടലുകൾ രക്തം കിനിയുന്നത് കൊണ്ട് തന്നെ അന്ന് ലോറക്സിൻ ഓയിൻമെന്റ് ഒരു ദിവസം കംപ്ലീറ്റ് തേച്ചിട്ടു. പിന്നീട് അവൾക്ക് ഞാൻ സുരേഷ് ഏട്ടൻ്റെ ഓയിൽ കൊടുക്കാൻ തുടങ്ങി. ആ ഓയിൽ അവളുടെ ശരീരത്തിൽ എന്നും തേക്കും. അങ്ങനെ ഓരോ ദിവസവും ഓയിൽ തേച്ചും ഉള്ളിലേക്കുള്ള മരുന്ന് കൊടുത്തും അവളെ പരിചരിച്ചും മാസങ്ങൾ കടന്നുപോയി. പതുക്കെ പതുക്കെ അവളിൽ നല്ല മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ശരിക്കും അവിശ്വസനീയമായൊരു മാറ്റം തന്നെ ആയിരുന്നു ഇത്. എനിക്ക് പോലും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയാത്ത, ഞാനും പഴയ ഒരുപാട് വീഡിയോസിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരു മാറ്റങ്ങൾ, ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് എൻ്റെ കയ്യിലൂടെ തന്നെ അങ്ങനെ ഒരു മിണ്ടാപ്രാണി പയ്യെ പയ്യെ മാറാൻ തുടങ്ങിയപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമായി. ഇതാ അവളുടെ മാറ്റം നിങ്ങളെയും അത്ഭുതപ്പെടുത്തും, അതിശയപ്പെടുത്തും. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു കേട്ടോ. നമ്മുടെ കുട്ടാപ്പി മാസങ്ങൾക്ക് ശേഷം അവൾക്കൊരു ട്യൂമർ വന്നു അവളുടെ കാലിൻ്റെ ബാക്ക് ഭാഗത്ത്. അതും ഹോസ്പിറ്റലിൽ കാണിച്ചു, കീമോ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ മൂന്നാമത്തെ കീമോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അവൾ പോയി. ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു വേദനയായിട്ട് നമ്മുടെ കുട്ടാപ്പി